ലൈഫിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്വീകരിച്ച മാർഗ്ഗങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ ആദ്യം ഒരു ചെറിയ ജോലിക്ക് കയറി അവിടെ നിന്ന് കുറേശ്ശെ പൈസ കിട്ടി. സോ അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 1200 ശമ്പളമായിരുന്നു. ആ ഒരു ശമ്പളത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്തു. എനിക്കൊരു ലൈസൻസ് എടുത്തു, ഒരു കാർ എടുത്തു, അതൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ആ കാർ എടുത്തതിന് ശേഷം എനിക്ക് ആ സമയത്ത് ഡ്രൈവിംഗ് ക്രേസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വാൻ സൈഡ്സിലോട്ട് പോയി, പിന്നെ മെർച്ചൻഡൈസറായിട്ട് പോയി. അപ്പോൾ കാർ ഓടിക്കുകയും ചെയ്യാം, ഇവിടെ ഉള്ള എല്ലാ സ്ഥലത്ത് പോവുകയും ചെയ്യാം. എല്ലാ ലൊക്കേഷനിലും പോയി അവിടുത്തെ ഓരോ ഷോപ്പുണ്ടോ അവിടെ മെർച്ചൻഡൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഓരോ ഷോപ്പിൽ പോയി അവിടുത്തെ അപ്പോൾ ആ ഏരിയ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണെന്നുള്ളത്. സോ നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എന്തിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് മടുക്കാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ മടുക്കാത്ത കാര്യങ്ങളാണ്, ഫെയിം മടുക്കാത്ത കാര്യങ്ങളാണ്, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ലൈഫിൽ സക്സസ് ആവാൻ പറ്റും എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്തു തുടങ്ങി. അപ്പോൾ അതിലെനിക്ക് ശരിക്കും പറഞ്ഞാൽ സക്സസ് ആണ് ഉണ്ടായത്. സോ ആ റിയൽ എസ്റ്റേറ്റിൽ പൈസ വന്ന സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും സെയിം സ്ട്രാറ്റജി തന്നെ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ സ്റ്റോക്കിൽ അറിഞ്ഞുകൂടാത്ത പണിയായിരുന്നു സ്റ്റോക്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ട്രേഡിങ്. അത് സിമ്പിളാണ്, ആൾക്കാർ പറഞ്ഞു തരും. ഒരു ബ്രോക്കർ ഉണ്ടാവും, പുള്ളി പറഞ്ഞു തരും, നിങ്ങൾ എന്നിൽ ത്രൂ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഞങ്ങൾ പൈസ ഉണ്ടാക്കി തരാമെന്നുള്ളത്. അതെനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അതൊരു ഫ്രോഡാണെന്നുള്ള കേസ്. അങ്ങനെ ഫ്രോഡ് പറ്റി കുറച്ച് പൈസ പോയിട്ടുണ്ട്. സോ അപ്പോഴും ഞാൻ ഡിസൈഡ് ചെയ്തത്, ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യൂല. ഞാൻ ഇനി എനിക്ക് കോടികൾ തരാമെന്ന് പറഞ്ഞാൽ പോലും ഒരാളെയും പറ്റിക്കില്ല, ഒരാളെയും ഞാൻ എന്ത് ചെയ്യില്ല. ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി, ഇപ്പോൾ ഉദാഹരണം, ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒരുപാട് കമ്മീഷൻ കിട്ടും, പക്ഷേ ഈ പ്രോപ്പർട്ടിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് വിൽക്കാൻ പോകില്ല. അതേ കണക്ക് എൻ്റെ ഡെവലപ്പർ സൈഡിൽ നിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും പൈസ ഉണ്ടാക്കുന്ന വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇനി ഞാൻ ഉണ്ടാക്കിയ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ കിട്ടുന്ന പൈസ 1000 ആയാലും 300 ആയാലും അതിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റി വയ്ക്കുമായിരുന്നു. അതൊരു അക്കൗണ്ടിലോട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് മാറ്റി വയ്ക്കും. മെയിൻലി എനിക്കിപ്പോൾ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം റിയൽ എസ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ, പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അറ്റ്ലീസ്റ്റ് അതൊരു അസറ്റായിട്ട് കിടക്കും. എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു സാധനം ആർക്കും എടുത്തുകൊണ്ട് പോകാനും പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനം എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും, എൻ്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്യും. എനിക്കത് റെൻറ്റിന് വേണമെങ്കിൽ കൊടുക്കുക, എനിക്ക് എപ്പോഴെങ്കിലും ക്യാഷിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് റീസെയിൽ ചെയ്യുക. ഇനി അഥവാ അതെനിക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കും, സ്റ്റോക്കിന് ഒരിക്കലും മോർഗേജ് കിട്ടത്തില്ല, പക്ഷേ റിയൽ എസ്റ്റേറ്റിലുള്ള സാധനത്തിന് നമുക്ക് മോർഗേജ് കിട്ടും. അങ്ങനെ അതുപോലെ തന്നെ ഇക്വിറ്റി റിലീസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കണക്കിന് നമുക്ക് അതിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റും ആ ഒരു സാധനത്തിന്. സോ അതുപോലെ തന്നെ ഈ ഏരിയയിലാണ് നമ്മളൊരു ലൊക്കേഷൻ വൈസിട്ടാണ് ഒരു പ്രോപ്പർട്ടി എടുക്കുന്നത്. ഇപ്പം ഈ ഒരു ലൊക്കേഷനിനകത്ത് ഇവിടെ അടുത്ത് കുറച്ച് ബിസിനസ്സുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അടുത്തേ താമസിക്കുള്ളൂ. ഇതിപ്പം ദുബായ് ഹിൽസാണ്. ഇപ്പം ഡൗൺ ടൗണിലും അതുപോലെ തന്നെ ബിസിനസ്സുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുകയുള്ളൂ. അപ്പം ഓരോരോ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബെനിഫിറ്റ് ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എപ്പോഴും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരുന്നത് മാത്രമല്ല, അത് എന്താ പറയുക, നിങ്ങൾ അതും ചിന്തിക്കണം. ചില ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് പ്രോപ്പർട്ടി എടുത്ത് തരുന്ന, ഓക്കെ, അവൻ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് ത്രൂ നമ്മളൊരു പ്രോപ്പർട്ടി എടുക്കുകയാണ്, കൺസൾട്ടൻറ്റിന് പൈസ കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ നിൽക്കും. പക്ഷേ ഒരു കാര്യം ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ മാത്രം ഒരിക്കലും ലൈഫിൽ വളരാൻ പറ്റത്തില്ല. നമ്മൾ വളരുന്ന കൂട്ടത്തിൽ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരും വളർന്നാൽ മാത്രമേ നമ്മൾ വളരുള്ളൂ. അല്ലാതെ ഒരിക്കലും ഓക്കെ അവന് കൊടുക്കണ്ട, ഇവന് കൊടുക്കണ്ട, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒരിക്കലും മൈൻഡിൽ വെക്കാൻ പാടില്ല. നമ്മളെന്താ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും മറ്റുള്ളവരെയും കൂടെ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്തായാലും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു ബെസ്റ്റ് കൺസൾട്ടൻറ്റിനെ കണ്ടുപിടിക്കുക. ആ കൺസൾട്ടൻറ്റുമായിട്ട് എപ്പോഴും ടച്ചിലിരിക്കുക. അയാൾ ലോങ് ടൈം ആയിട്ട് മാർക്കറ്റിൽ ഉണ്ടാവുമോ, പാഷനേറ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്. കാര്യം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോപ്പർട്ടി എടുക്കുന്ന മാത്രമല്ല, ഇത് റീസെയിൽ ചെയ്യണം, റെൻ്റ് ഔട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് മാനേജ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കണം. സോ ഇപ്പം നിങ്ങളൊരു ട്രേഡിങ് ബിസിനസ്സോ, അല്ലെങ്കിൽ ട്രേഡിങ് മീൻസ് നിങ്ങളിവിടുന്ന് എന്താ പറയുക, അരി സാധനം ഇറക്കുമതി ചെയ്യുന്ന ബിസിനസ്സോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിൽ അതിനിടയിൽ അതും കൂടെ നോക്കാൻ പറ്റത്തില്ല. സോ എന്ത് ചെയ്യുക, ഒരു കൺസൾട്ടൻറ്റ് വെച്ച് കഴിഞ്ഞാൽ കൺസൾട്ടൻറ്റ് മാനേജറായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തോളും. കാര്യം അവൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ അതാണ്. സോ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരാൾ കൺസൾട്ടൻ്റായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അയാളെ ട്രസ്റ്റ് ചെയ്ത് അയാളുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ലൈഫിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. കാര്യം പാസീവ് ഇൻകം, നമുക്കിപ്പം
1000 ദിർഹംസാണ് നമ്മളെ ഇൻകം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എപ്പോഴും നമുക്ക് ഓക്കെ 1300 എങ്ങനെയാക്കാം, എന്തെങ്കിലും ഒരു അസറ്റ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണം ഒരു കാർ മേടിച്ചിട്ട് അതിൽ നിന്ന് അത് റെൻറ്റിന് കൊടുത്ത് അതിൽ നിന്നൊരു വരുമാനം, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കുറച്ചൊരു വരുമാനം, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ പാസീവ് ഇൻകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പാസീവ് ഇൻകം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു വേൾഡ് ടൂർ പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ വീട് വാങ്ങിക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് ലൈഫിൽ സെറ്റിൽ ആവണമെന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇൻകം ജനറേഷൻ തിങ്സ് കൂട്ടുക. അതായത് ഇപ്പം നിങ്ങളെ ഇൻകം 1000 ആണ് അല്ലെങ്കിൽ 2000 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി എടുത്തിടുകയും പിന്നെ അതുപോലെ തന്നെ അസറ്റ് നിങ്ങൾക്ക് പാസീവ് ഇൻകം തരുന്ന പല പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുക. ഇപ്പം എന്നിട്ട് അതിന് ശേഷം അതിൽ നിന്ന് വരുന്ന വരുമാനം വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനുള്ള, വേൾഡ് ടൂർ ആയാലും അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗാഡ്ജറ്റ് വാങ്ങിക്കുന്നതും പല ലൈഫ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ നടത്താനും പറ്റും. എന്താ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഇൻകം എന്താ പറയുക, നിങ്ങൾക്ക് ഇൻകം കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൽ ചിലവ് ചുരുക്കിയല്ല ജീവിക്കാനുള്ള, നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. വരുമാനം എങ്ങനെ കൂട്ടാം എന്നുള്ള രീതിയിൽ. സോ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് ഞാൻ കണ്ടുപിടിച്ച മീൻസ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ, എനിക്ക് വർക്കൗട്ട് ആവുന്ന കാര്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് ആണ്. സോ നിങ്ങളിപ്പോൾ ചിന്തിച്ച് നോക്കും, ഞാൻ എപ്പോഴും പറയും ഓഫ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ. ഓഫ് പ്ലാൻ്റെ പ്രത്യേകത, നിങ്ങൾ വെറും ജസ്റ്റ് എന്താ പറയുക, ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ 80%, 70%, അല്ലെങ്കിൽ 50% ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഈ 50% കൊടുത്ത് പ്രോപ്പർട്ടിയുടെ ഫുൾ വാല്യൂ, ഒരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് നമ്മളെ പേരിലാവുകയും ബാക്കി പോസ്റ്റ് ഹാൻഡ് ഓവറായിട്ട് കിട്ടുകയും ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ 50% മാത്രം അടച്ചുകൊണ്ട് നമുക്കൊരു അസറ്റ് കിട്ടി, അത് പിന്നെ നമുക്ക് റെൻ്റ് ഔട്ട് കൊടുത്ത് നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അതും മീൻസ് വേറെ എവിടെയും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ, ഞാനും ഒരു നിങ്ങളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യനാണ്. എന്താ പറയുക, കൺസൾട്ടൻറ്റും ഇതുപോലെ തന്നെ ഫിനാൻഷ്യലും പഠിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. സോ എൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ, പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ലൈഫിൽ സക്സസ് ആവാൻ പറ്റും. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടം വരുന്ന ഒരു സാധനമല്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അൺഡെവലപ്ഡ് ലൊക്കേഷനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങളത് റോങ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, അതൊരു ഡെവലപ്പ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, റെപ്യൂട്ടഡ് ഡെവലപ്പേഴ്സുമായിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഹൈപ്പ് കണ്ടുകൊണ്ട് ഓരോരുത്തർ വരും, ഓരോ ഡെവലപ്പേഴ്സ് വരും, ഇവിടെ വരും, അവർ കുറച്ചാൾ ഓരോ ബിൽഡിംഗ് ഉണ്ടാക്കും, പിന്നെ ആ ബിൽഡിങ്ങിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെൻ്റ് ഔട്ട് പോകും. നിങ്ങൾ തന്നെ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കും. ഇപ്പോൾ ആൾക്കാർ ക്വാളിറ്റി ലൈഫ് തിരയുന്ന ടൈമാണ്. അപ്പോൾ ആൾക്കാർ ഒരു പ്രോപ്പർട്ടിയിൽ താമസിക്കുന്ന സമയത്ത് അതിൽ സ്വിമ്മിംഗ് പൂൾ പ്രോപ്പറല്ല, ജിമ്മ് പ്രോപ്പറല്ല. അതേസമയം സ്വിമ്മിംഗ് പൂളും പ്രോപ്പർ, ജിമ്മും പ്രോപ്പറായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 2 പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് ഏത് പ്രോഡക്റ്റിലായിരിക്കും ആൾക്കാർ പോകാൻ നിൽക്കുന്ന, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിലോട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാനുള്ളത്, നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡെവലപ്പറായിട്ട്, അതുപോലെ തന്നെ അവിടെ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കരുതുന്ന ഒരു ഡെവലപ്മെൻറ്റ്സുമായിട്ട് മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ആയിട്ടുള്ള, ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റ് മാത്രമേ പറഞ്ഞു തരുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൈസ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പുഷ് ചെയ്ത് പലയിടത്തും കൊണ്ട് പല ഇതിനകത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിപ്പിക്കും. സോ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോട് ഇഷ്ടമല്ല. കാര്യം ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ ഒരു സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ അത് അബദ്ധം പറ്റിയതാണ്. കാര്യം എന്താ പറയുക, എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 3-4 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പൈസ കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് സ്റ്റോക്കിൽ അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഇതെന്താ പറയുക, ആദ്യം ഒരു ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഹോൾഡ് ചെയ്ത് ഇടിപ്പിക്കും. അപ്പം എന്താ പറയുക, ബൈയും സെല്ലും കൂടെ ഒരുമിച്ച് കൊടുത്ത് അതിനെ ഹെഡ്ജ് ചെയ്ത് വെക്കും. അതിനുശേഷം പറയും ഇത് നമുക്ക് റിട്ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈസ ഇടണമെന്നുള്ളത്. നമ്മൾ അറിയുന്നില്ലല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പം കുറച്ച് പൈസ കിട്ടി എങ്ങനെയെങ്കിലും അത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ആ പോയ പൈസ റിട്ടേൺ എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പൈസ കൂടെ ഇടും. കുറച്ച് പൈസ കൂടെ ഇടുമ്പോൾ വീണ്ടും മൊത്തം കൂടെ എല്ലാം കൂടെ പോകും. സോ അത് എന്താ പറയുക, ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. സ്റ്റിൽ ഈ അടുത്ത് തന്നെ ഏതോ ഒരു സ്റ്റോക്ക് ഇത് നടക്കുന്നതാണ്. അപ്പോൾ എനിക്കതിൽ വിശ്വാസമില്ല. കാര്യം എൻഡ് ഓഫ് ദ ഡേ ഞാൻ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി എടുത്ത്, ഇപ്പോൾ ഞാൻ നിങ്ങളെ പറ്റിക്കണമെന്ന് വെച്ചാൽ, എൻഡ് ഓഫ് ദ ഡേ ഞാൻ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി എടുത്ത് തരാണ്. ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരാണ്. ഓക്കെ, ഈ പ്രോപ്പർട്ടി എടുത്ത് തന്നതിന് ശേഷം
നിങ്ങൾ എൻഡ് ഓഫ് ദ ഡേ ആ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ പേരിൽ ഈ പ്രോപ്പർട്ടി ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ലൊക്കേഷന് വന്നാലും നിങ്ങൾ ഈ പേരിൽ ഈ പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പം ഇതേ കണക്കല്ല സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെ എന്താ പറയുക ഹേറ്റ് ചെയ്യുന്നത്. മീൻസ് ഒരുപാട് പേര് പറ്റിക്കുന്നവരും ഉണ്ടാവും, ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നവരും ഉണ്ടാവും. പക്ഷേ ഈ എന്താ പറയുക, നമുക്കൊരു അസറ്റ്, റിയൽ അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. കാര്യം അത് എൻഡ് ഓഫ് ദ ഡേ അവിടെ ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ലോങ് ടേമിലായിട്ട് എപ്പോഴും ലോങ് ടേം എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അൺഡെവലപ്ഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അപ്രിസിയേഷൻ ഉണ്ടാവും. ഡെവലപ്ഡ് ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റെൻ്റൽ റിട്ടേൺ ഉണ്ടാവും. അങ്ങനെ പല പല ഇതാണ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുള്ളത്. അപ്പോൾ ഞാൻ ഇത് പറയാനുള്ളത്, നിങ്ങൾ ലൈഫിൽ മേ ബി ഇപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദർ നാട്ടിലുണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നാട്ടിൽ നിൽക്കാനല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതുപോലൊരു എന്താ പറയുക, ഇതുപോലൊരു സ്ഥലങ്ങളിൽ ജീവിക്കാനും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വാപ്പ ഉണ്ടാക്കിയിട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എൻ്റെ മകൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ബേബി മകൻ വരണ സമയത്ത് പറയും ചന്ദ്രനിൽ വാപ്പ മേടിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ വാങ്ങിച്ചിടുക എന്നുള്ളതാണ്. സോ ഈ സമയത്ത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വാങ്ങിച്ചിടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾ വാങ്ങിച്ചിടുക, ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. നാളെ നമ്മളെ മക്കൾ ഒരിക്കലും നമ്മളെ കുറ്റം പറയുന്ന രീതിയിലാവരുത്. അവർക്ക് എപ്പോഴും എന്താ പറയുക, നല്ലൊരു ക്വാളിറ്റി ലൈഫ് നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കാം. മീൻസ് നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുക എന്നുള്ളത് ലൈഫിൽ നിങ്ങളെ ലൈഫ് ഹെൽത്തും എല്ലാം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 40-45 വയസ്സിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാം. ഫസ്റ്റ് നിങ്ങളൊരു 5-6 വർഷം നിങ്ങൾ സ്ട്രഗിൾ ചെയ്താൽ മതി ഈ എന്താ പറയുക പ്രോപ്പർട്ടി എടുക്കുന്നതും. പിന്നെ ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന വരുമാനം വെച്ചിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സോ അതൊരു അസറ്റായിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. മോർ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഞാനങ്ങനെ വലിയ ടോപ്പ് കൺസൾട്ടൻ്റ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട്. ഓഫ് പ്ലാനിലാണ് എടുത്തത്. അത് കഴിഞ്ഞിപ്പോൾ റെഡിയായി, ഇപ്പോൾ ഓൾറെഡി റെഡിയായി. അപ്പോഴത്തേക്ക് റെഡിയായ സമയത്ത് തന്നെ ഞാൻ ആകെ കൂടെ 47-49% അടച്ചിട്ടേ ഉള്ളൂ. കാര്യം ഏർലി ഹാൻഡ് ഓവറാണ്. അതുപോലെ തന്നെ ഇത് റെഡിയായ ഉടനെ എനിക്കിപ്പോൾ തന്നെ ഓഫറുകൾ വന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ 800, 700, 730, 800 ആ റേഞ്ചിൽ ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ എടുത്തത് 650 ആണ്. 320 മാത്രമേ 320,000 മാത്രമേ ഞാൻ അടച്ചിട്ടുള്ളൂ. ഞാനപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇത് നിങ്ങൾക്കും ചെയ്യാം. എനിക്ക് ആസ് എ കോമൺ മാൻ ആയിട്ടുള്ള എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. കാര്യം ഞാൻ പറഞ്ഞല്ലോ 1200 ശമ്പളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ ബൈ.